അറബ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ മേഖലയുടെ സുരക്ഷ തകർക്കുന്നതാണെന്ന് കുവൈറ്റ് വിദേശകാര്യമന്ത്രി വീഡിയോ കോൺഫറൻസിംഗ് വഴി ചേർന്ന അറബ് ലീഗ് കൗൺസിലിന്റെ അടിയന്തര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം രാജ്യത്ത് തടസ്സമില്ലാത്ത ഭക്ഷ്യലഭ്യത ഉറപ്പാക്കാൻ അടിയന്തര കർമ്മസേന രൂപീകരിച്ചുകൊണ്ട് കുവൈറ്റ് ഭക്ഷ്യ പോഷകാഹാര അതോറിറ്റിയും രംഗത്ത് വന്നു. രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന അധിനിവേശം ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ലെന്ന് കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ജറാഖ് ജാബർ അൽ അഹമ്മദ് അൽ സബാഗ് വ്യക്തമാക്കി. മേഖലയുടെ സുരക്ഷയെയും സ്ഥിരതയെയും അപകടപ്പെടുത്തുന്നതാണ് ഇറാന്റെ ഇത്തരം നീക്കങ്ങളെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അറബ് രാജ്യങ്ങൾക്ക് നേരെ തുടരുന്ന ആക്രമണങ്ങൾ ചർച്ച ചെയ്യാൻ വീഡിയോ കോൺഫറൻസിംഗ് വഴി അറബ് ലീഗ് കൗൺസിലിന്റെ അടിയന്തര സമ്മേളനത്തിൽ കുവൈറ്റ് സംഘത്തെ നയിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം മേഖലയിലെ അസ്ഥിരമായ സാഹചര്യം കണക്കിലെടുത്ത് രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കുവൈറ്റ് ഭക്ഷ്യ പോഷകാഹാര അതോറിറ്റി അതീവ ജാഗ്രതയിലാണ്. ഇതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു അടിയന്തര കർമ്മസേനയ്ക്ക് രൂപം നൽകി. തുറമുഖങ്ങളിൽ എത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ ഒട്ടും വൈകാതെ തന്നെ പുറത്തെത്തിക്കുന്നതിനായി നിയമത്തിലെ ആർട്ടിക്കിൾ 28 പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട്. ഇതുവഴി ഭക്ഷ്യ കയറ്റുമതിയുടെ രേഖാപരമായ നടപടികൾ ലഘൂകരിക്കാനും വിപണിയിലേക്കുള്ള വിതരണം സുഗമമാക്കാനും സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തൊരിടത്തും ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും അതോറിറ്റി സ്വീകരിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ രാജ്യത്തെ ഭക്ഷ്യശേഖരം സുരക്ഷിതമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ജനം, കുവൈറ്റ്.